മറ്റക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുഴുവൻ കുട്ടികളിലും കൃഷി എങ്ങനെ ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിളവെടുപ്പ് നടത്തണം, അതിലൂടെ നമുക്ക് കൈവരിക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക രംഗത്ത് നമ്മൾ കൈവരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം പുതിയൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പാലാ രൂപതയിൽ നിന്ന് ഈ രംഗത്ത് ഏറ്റവും മികവാർന്ന സ്കൂൾ എന്നുള്ള രൂപത അടിസ്ഥാനത്തിലുള്ള അവാർഡും കൂടെ ഈ സ്കൂളിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള രൂപത അടിസ്ഥാനത്തിലും മറ്റുള്ള നമ്മുടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കൃഷി രംഗത്ത് നമ്മുടെ സ്കൂള് മികവാർന്ന പ്രവർത്തനം നടത്തുവാനുള്ള ഒരു കഴിവുണ്ടാകട്ടെ. വാർഡ് മെമ്പർ ജാൻസി ബാബു, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് LRP ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്ന് തുടങ്ങിവെച്ച ജൈവ പച്ചക്കറി കൃഷി 100 മേനി വിളവ് നേടുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ 183 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്തുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരും കുട്ടികളും ഒന്നു ചേർന്ന് അത്യാവശ്യം എല്ലാത്തരം പച്ചക്കറികളും ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യത്തെ മഴ പച്ചക്കറി കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് സെന്റ് ആന്റണീസ് LP സ്കൂളിനോട് ചേർന്ന് മഞ്ഞാമറ്റം FCC കോൺവെൻറ്റിൻ്റെ വക മദർ അനുവദിച്ച് തന്നിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടും വെള്ളരി ആവശ്യത്തിന് മിച്ചം പറിച്ചെടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി പാവയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട്. പയറ് ഇട്ട് വിളവായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത്യാവശ്യം ഗ്രോ ബാഗുകളിൽ കാബേജുകളും തക്കാളിയും മറ്റു പലതരം ചീനികളും നമ്മൾ നട്ടിട്ടുണ്ട്. കൊമ്പം മുളക് ഈ വർഷം ആദ്യം മുതൽക്ക് തന്നെ ഒരെണ്ണം പോലും നമുക്ക് വാങ്ങിക്കാതെ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ചേന നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പലതരം ചേമ്പുകൾ, തണ്ടും ഇലയും കറി വെക്കുന്ന ചേമ്പ്, അതുപോലെ തന്നെ ചീമച്ചേമ്പ്, കുഴിനിറയൻ ചേമ്പ്, പിന്നെ പണ്ട് മുതൽ നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന നനച്ചേമ്പ് എന്നീ വിവിധ തരം ചേമ്പുകളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നു. പ്രഥമാധ്യാപകൻ സജിമോൻ ജോസഫ്, ജോയൽ ബിജു, സിയ ഷാജി എന്നിവരും കാർഷിക ക്ലബ്ബ് അംഗങ്ങളുമാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്.